ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് PLC ഒപ്റ്റോ ഇലക്ട്രോണിക്സ് ആൻഡ് മെഷറിംഗ് എക്യുപ്മെൻറ്റ്സിൻ്റെ നെക്സ്റ്റ് പാർട്ട് നോക്കാം. ഈ പാർട്ടിൽ നമുക്ക് ലേസറും ഒപ്റ്റിക്കൽ ആംപ്ലിഫയേഴ്സും അതിൻ്റെ കുറച്ച് MCQസും ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പാർട്ട് ഇസ് ലേസറുടെ. ലേസർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഫുൾ ഫോം ആദ്യം പഠിക്കണം. അത് എപ്പോഴും PSCക്ക് ചോദിക്കുന്നതാണ്. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. സോ ലേസർ ഇസ് light amplification by stimulated emission of radiation. അപ്പോൾ നമ്മൾ ലേസറും LEDസും ഒക്കെ ഒപ്റ്റിക്കൽ സോഴ്സസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ലൈറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രിക്കൽ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ലൈറ്റ് എനർജി ഉണ്ടാക്കുന്ന ഡിവൈസസ് ആണ് ഈ ലേസേഴ്സും LEDസും ഒക്കെ അല്ലേ. അപ്പോൾ അതിന് ഒപ്റ്റിക്കൽ സോഴ്സസ് എന്നാണ് ജനറലി നമ്മൾ പറയുന്നത്. But laser diode is a semiconductor device similar to LED. It uses PN junction to emit coherent light in which all the waves are at the same frequency and phase. അതാണ് ലേസറിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. അപ്പോൾ ലേസർ എന്ന് പറഞ്ഞാൽ ഒരു LED പോലെ തന്നെയാണ്, ഒരു PN ജംഗ്ഷൻ ഡയോഡ് വെച്ചിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് കൊഹറൻ്റ് ആയിരിക്കും. കൊഹറൻ്റ് എന്ന് പറഞ്ഞാൽ അത് എമിറ്റ് ചെയ്യുന്ന എല്ലാ വേവ്സും എന്തായിരിക്കും? സെയിം ഫ്രീക്വൻസിയും സെയിം ഫേസിലും ആയിരിക്കും. അതുകൊണ്ടാണ് ലേസറിന് കൊഹറൻ്റ് എന്ന് പറയുന്നത്. This coherent light is produced by the laser diode using a process termed as light amplification by stimulated emission of radiation. അപ്പോൾ ഈ കൊഹറൻറ്റ് വേവ് ഫോം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് വഴിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലേസറിന് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചുരുക്കി ലേസർ എന്ന് പറയുന്നത്. സോ a PN junction is used to produce laser light. This device is named as a laser diode. നമ്മളൊരു PN junction വെച്ചിട്ടാണ് ഈ ലേസർ ഡയോഡ് അല്ലെങ്കിൽ ലേസർ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്തെന്ന് വിളിക്കാം? ലേസർ ഡയോഡ് എന്നും വിളിക്കാം. അപ്പം നോക്കിക്കേ, ഇതാണ് നമുക്ക് കൊഹറൻ്റ് എന്നുള്ള മീനിങ് എന്താണ്? നമുക്ക് സൺലൈറ്റിലാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഫ്രീക്വൻസീസ് ആണ് അല്ലേ. ഒരുപാട് ഫ്രീക്വൻസീസും ഉണ്ട്. അതേപോലെ തന്നെ ഒന്നും തമ്മിൽ എന്തല്ല, സെയിം ഫേസും ആയിരിക്കത്തില്ല, പല പല ഫേസ് ആയിരിക്കും. അങ്ങനെയുള്ളത് മൾട്ടിപ്പിൾ ഫ്രീക്വൻസീസും നോൺ കൊഹറൻറ്റുമാണ്. അതുപോലെ ഒരു ഇൻകാൻഡസെൻറ്റ് ബൾബ് എടുത്താൽ എന്താണ്, അതിനകത്ത് വരുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി സെയിം ആയിരിക്കും, സിംഗിൾ ഫ്രീക്വൻസി, ബട്ട് ദേ ആർ ഓൾസോ നോൺ കൊഹറൻറ്റ്, അതായത് എല്ലാം ഒരേ ഫേസിലായിരിക്കത്തില്ല. പക്ഷേ ലേസർ ലൈറ്റ് കണ്ടോ, ലേസർ ലൈറ്റ് എന്ന് പറഞ്ഞാൽ അത് സിംഗിൾ ഫ്രീക്വൻസി ആയിരിക്കും, അതുപോലെ കൊഹറൻ്റ് ആയിരിക്കും. എല്ലാ വേവ് ഫോംസും സെയിം ഫ്രീക്വൻസിയിലും ആയിരിക്കും, സെയിം ഫേസിലും ആയിരിക്കും. അതുകൊണ്ടാണ് അത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ എങ്ങനെയാണ് ഒരു ലേസർ ഡയോഡ് വർക്ക് ചെയ്യുന്നത്? അപ്പോൾ ലേസർ ഡയോഡിൻ്റെ വർക്കിങ്ങിനകത്ത് 3 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് എനർജി അബ്സോർപ്ഷൻ, ദെൻ സ്പോണ്ടേനിയസ് എമിഷൻ, ആൻഡ് തേർഡ് വൺ ഈസ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. അപ്പം ലേസറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വരുന്ന 3 ടേംസ് ഏതൊക്കെയാണ്? എനർജി അബ്സോർപ്ഷൻ, ദെൻ സ്പോണ്ടേനിയസ് എമിഷൻ, ആൻഡ് തേർഡ് വൺ ഈസ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. അപ്പം നമ്മൾ ലേസറിൻ്റെ വർക്കിംഗ് പഠിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എനർജി അബ്സോർപ്ഷൻ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണത് എനർജി അബ്സോർപ്ഷൻ. അപ്പോൾ എനർജി അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഏതോ ഒരു ആറ്റം എടുത്താലും അതിനകത്ത് എന്തുണ്ട്? വാലൻസ് ബാൻഡും ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട്, അല്ലെങ്കിൽ ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലോട്ട് പോകുമ്പോഴത്തേക്കും എന്താണ്, അവിടെ ഒരു എനർജി ഗെയിൻ ഉണ്ടാവും ഇല്ലേ. തിരിച്ച് ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലോട്ട് വരുമ്പോഴത്തേക്കും ആ എനർജി എന്ത് ചെയ്യും? നഷ്ടപ്പെടുത്തുകയും ചെയ്യും ഇല്ലേ. അപ്പോൾ അവിടെ ആ എനർജി ഡിഫറൻസ് നമുക്കൊരു ഫോട്ടോണായിട്ട് പുറത്തേക്ക് വരും. അല്ലെങ്കിൽ LED കേസിൽ പറയുന്ന കണക്ക് എന്താണ്, ഒരു ഇലക്ട്രോൺ ഹോളും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്താണ്, ഒരു എനർജി റിലീസ് ഉണ്ടാവും. ആ എനർജി റിലീസ് എന്ന് പറഞ്ഞാൽ ഫോട്ടോണിൻ്റെ രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ ലൈറ്റ് എനർജിയുടെ ഫോമിലായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ഇതാണ് എനർജി അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അതായത് താഴത്തെ ലെവലിൽ നിന്ന് മുകളിലത്തെ ലെവലിലേക്ക് പോകാൻ എടുക്കുന്ന എനർജി. അപ്പം മുകളിലത്തെ ലെവലിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ എനർജി കൂടുതലാണ്. അപ്പോൾ ആ എനർജി അബ്സോർവ് ചെയ്തിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ അതാണ് എനർജി അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ.
So the laser diode consists of a PN junction where holes and electrons exist. അപ്പോൾ ഒരു ലേസർ ഡയോഡ് എന്ന് പറഞ്ഞാൽ ഒരു PN ജംഗ്ഷൻ ആണ്. അപ്പോൾ പി ടൈപ്പിൽ എന്താണ് ഹോൾസ് ഉണ്ട്, എൻ ടൈപ്പിൽ ഇലക്ട്രോൺസും ഉണ്ട്. അപ്പോൾ എന്താണ്, when a certain voltage is applied at the PN junction, നമ്മൾ കുറച്ചൊരു വോൾട്ടേജ് PN ജംഗ്ഷനിൽ കൊടുക്കുകയാണ്. നമ്മുടെ LED വർക്ക് ചെയ്യിക്കുന്ന പോലെ സെയിം പ്രോസസ്സ് നമ്മുടെ ലേസർ ഡയോഡ് വർക്ക് ചെയ്യാനും ഒരു ഫോർവേഡ് ബയാസ്ഡ് പൊട്ടൻഷ്യൽ നമ്മൾ PN ജംഗ്ഷനിൽ അപ്ലൈ ചെയ്യണം. The electrons absorb energy and they transition to a higher energy level. അപ്പോൾ ലോവർ എനർജി ലെവലിലുള്ള ഇലക്ട്രോൺസ് എല്ലാം എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, ഈ കിട്ടിയ എനർജി വെച്ചിട്ട് ഹയർ എനർജി ലെവലിലേക്ക് മൂവ് ചെയ്യും. ഹോൾസ് ആർ ഫോംഡ് അറ്റ് ദ ഒറിജിനൽ പൊസിഷൻ ഓഫ് ദി എക്സൈറ്റഡ് ഇലക്ട്രോൺസ്. അപ്പോൾ ആ എക്സൈറ്റഡ് ഇലക്ട്രോൺസ് താഴത്തെ ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക് പോകുമ്പോഴത്തേക്ക് ലോവർ എനർജി ലെവലിൽ എന്താവും, ഇലക്ട്രോൺസിൻ്റെ ഒരു വേക്കൻസി ഉണ്ടാവും. അതിന് നമ്മൾ ഹോൾസ് എന്ന് വിളിക്കും അല്ലേ. Holes are formed at the original position of the excited electrons. The electrons stayed in the excited state without recombining with holes for a very small duration of time. അപ്പോൾ നമ്മൾ എന്താണ്, ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോഴത്തേക്കും ഈ ഇലക്ട്രോൺസ് സ്റ്റേബിൾ ആയിരിക്കത്തില്ല. സ്റ്റേബിൾ ആയിരിക്കുന്ന എപ്പോഴും ലോവർ എനർജി ലെവലിൽ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പോൾ ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോഴായിരിക്കും ഇലക്ട്രോൺസ് കൂടുതൽ സ്റ്റേബിൾ. അപ്പോൾ ഒരു എനർജി കിട്ടി അതൊരു എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വന്നാലും അവിടെ കുറച്ച് സമയം മാത്രമേ ഇരിക്കത്തുള്ളൂ. ആ ഒരു വെരി സ്മോൾ ഡ്യൂറേഷൻ ഓഫ് ടൈമിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റീകോമ്പിനേഷൻ ടൈം ഓർ അപ്പർ സ്റ്റേറ്റ് ലൈഫ് ടൈം. അപ്പോൾ ആ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ തിരിച്ച് വന്ന് ഹോളുമായിട്ട് റീകമ്പൈൻ ചെയ്യാതെ അപ്പർ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആ ടൈമിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, റീകോമ്പിനേഷൻ ടൈം ഓർ അപ്പർ സ്റ്റേറ്റ് ലൈഫ് ടൈം. അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ നാനോ സെക്കൻഡ്സ് ആയിരിക്കും ഇൻ ദ കേസ് ഓഫ് ലേസർ ഡയോഡ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എനർജി വെച്ചിട്ട്, അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വെച്ചിട്ട് ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആയിട്ട് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് അല്ലെങ്കിൽ ലോവർ എനർജി ലെവലിൽ നിന്ന് എക്സൈറ്റഡ് ലെവലിലേക്ക് അല്ലെങ്കിൽ ഹയർ എനർജി ലെവലിലേക്ക് പോകുന്ന ആ പ്രോസസ്സാണ് എനർജി അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹയർ എനർജി ലെവലിൽ അത് ഒരുപാട് നേരം ഇരിക്കാൻ അതിന് പറ്റില്ല ഇലക്ട്രോണിന്. അപ്പോൾ ഇലക്ട്രോൺ എന്ത് ചെയ്യും, തിരിച്ച് താഴേക്ക് വരും, അതായത് ഗ്രൗണ്ട് ലെവലിലേക്ക് വരും അല്ലേ. ആഫ്റ്റർ വിച്ച് ടൈം, ആഫ്റ്റർ ദി റീകോമ്പിനേഷൻ ടൈം ഓർ അപ്പർ സ്റ്റേറ്റ് ലൈഫ് ടൈം. ആ ലൈഫ് ടൈം കഴിയുമ്പോൾ അത് താഴേക്ക് വരും. അപ്പോൾ താഴേക്ക് വരുമ്പോൾ സംഭവിക്കുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. സോ ദിസ് ഈസ് കോൾഡ് എനർജി അബ്സോർപ്ഷൻ. എനർജി ഒക്കുപ്പൈസ് ഹയർ എനർജി ലെവൽ ബൈ അബ്സോർബിങ് എനർജി. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോൺ ഹയർ എനർജി ലെവലിലേക്ക് കുറച്ച് എനർജി അബ്സോർബ് ചെയ്തിട്ട് പോകും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹയർ എനർജി ലെവൽ എത്തിക്കഴിഞ്ഞു ഇലക്ട്രോൺ. ഇനി എന്താ സംഭവിക്കുന്നത്, ഈ അപ്പർ സ്റ്റേറ്റ് ലൈഫ് ടൈം കഴിയുമ്പോഴത്തേക്കും ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, താഴേക്ക് വരും. അല്ലെങ്കിൽ അതിന് എപ്പോഴും സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലോവർ ലെവലിൽ ഇരിക്കാനാണ് ഇലക്ട്രോൺസ് സ്റ്റേബിളായിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യും, തിരിച്ച് താഴേക്കുള്ള എനർജി ലെവലിലേക്ക് വരും ടു റീകമ്പൈൻ വിത്ത് ദി ഹോൾസ്. ആ ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും താഴേക്ക് വരും അല്ലേ. ആസ് ദ ഇലക്ട്രോൺസ് ഫോൾ ഫ്രം ഹയർ എനർജി ടു എ ലോവർ എനർജി ലെവൽ, the difference in energy is converted into photons or electromagnetic radiation. അപ്പോൾ ആ ഒരു എനർജി ഡിഫറൻസ് ഇപ്പോൾ E1 നിന്ന് E2ലേക്ക് പോയി തിരിച്ച് E2ൽ നിന്ന് E1ലേക്ക് വരുമ്പം ആ എക്സസ് ആയിട്ടുള്ള എനർജീനെ എന്ത് ഫോമിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും, ഫോട്ടോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആയിട്ട് എന്ത് ചെയ്യും, പുറത്തേക്ക് വിടും അല്ലേ. ദിസ് സെയിം പ്രോസസ് ഈസ് യൂസ് ടു പ്രൊഡ്യൂസ് ലൈറ്റ് ഇൻ LEDs. നമ്മുടെ LED എങ്ങനെയാണോ ലൈറ്റ് ഉണ്ടാക്കുന്നത്, ഫോട്ടോൺ ആയിട്ടാണ് എമിറ്റ് ചെയ്യുന്നത് അല്ലേ, അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. So the energy of the emitted photon is given by the difference between the two energy levels. അപ്പോൾ ഇതാണ് സ്പോണ്ടേനിയസ് എമിഷൻ. അപ്പോൾ നോക്കിക്കേ, ഹയർ എനർജി ലെവലിൽ നിന്ന് തിരിച്ച് ലോവർ എനർജി ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും ഇറ്റ് എമിറ്റ്സ് എ ഫോട്ടോൺ. റെഡ് കളർ കാണിച്ചിരിക്കുന്നത് എമിറ്റഡ് ഫോട്ടോൺ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് എന്ത്, സ്പോണ്ടേനിയസ് എമിഷൻ. നമ്മൾ ആരും ഒന്നും ചെയ്യേണ്ട, സ്പോണ്ടേനിയസ് ആയിട്ട് അത് തന്നെ എന്ത് ചെയ്തോളൂ, തിരിച്ച് ലോവർ ലെവലിൽ വരുമ്പോഴത്തേക്കും ഫോട്ടോൺസ് എമിറ്റ് ചെയ്തോളൂ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. അപ്പം നമുക്ക് ഈ പ്രോസസ്സ് ഒന്ന് എൻഹാൻസ് ചെയ്യിക്കണം. എൻഹാൻസ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോട്ടോൺസ് ആണ് നമുക്ക് ആവശ്യം. ഈ ഫോട്ടോൺസിൻ്റെ എണ്ണം കൂട്ടുകയും വേണം. അതുപോലെ തന്നെ ഈ ഫോട്ടോൺസ് എല്ലാം സെയിം വേവ് ലെങ്ത് അല്ലെങ്കിൽ സെയിം ഫ്രീക്വൻസി സെയിം ഫേസിൽ നമുക്ക് ഔട്ട്പുട്ടിൽ നല്ല പവറോടുകൂടി കിട്ടണം. അതാണ് ലേസർ.
ലേസർ ലൈറ്റ്. അപ്പോഴത്തേക്കും നമുക്ക് അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഒരു ഫോട്ടോൺസിന് നമ്മൾ ജനറേറ്റ് ചെയ്യിച്ചിട്ട് ഈ ഫോട്ടോൺസ് ഉണ്ടായിട്ട് ഈ ഫോട്ടോൺസ് ജനറേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോൺസിനെ പോയി സ്ട്രൈക്ക് ചെയ്തിട്ട് നമുക്ക് മോർ ഫോട്ടോൺസ് ഉണ്ടാവുന്നു. അതാണ് എന്ത് സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറഞ്ഞാൽ. സോ വി നീഡ് മോർ കൊഹറൻറ്റ് ഫോട്ടോൺസ് ഫ്രം ദ ലേസർ ഡയോഡ് ദാൻ ദി വൺസ് എമിറ്റഡ് ത്രൂ ദ പ്രോസസ് ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ. അപ്പോൾ സ്പോണ്ടേനിയസ് എമിഷൻ കൊണ്ടുണ്ടാകുന്ന ഫോട്ടോൺസിനേക്കാളും കൂടുതൽ ഫോട്ടോൺസ് നമുക്ക് ആവശ്യമാണ്. സോ എ പാർഷ്യൽ റിഫ്ലക്റ്റിംഗ് മിറർ ഈസ് യൂസ്ഡ് ഓൺ എയ്തർ സൈഡ് ഓഫ് ദ ഡയോഡ് സോ ദാറ്റ് ദ ഫോട്ടോൺസ് റിലീസ്ഡ് ഫ്രം സ്പോണ്ടേനിയസ് എമിഷൻ are trapped in the PN junction until their concentration reaches a threshold value. അപ്പോൾ നമ്മൾ ഈ PN ജംഗ്ഷൻ ഡയോഡ് സെറ്റപ്പിനകത്ത് എന്ത് ചെയ്യും, ഒരു പാർഷ്യലി റിഫ്ലക്റ്റിംഗ് മിറർ വെക്കും. പാർഷ്യലി റിഫ്ലക്റ്റിംഗ് മിറർ വെക്കുമ്പോഴത്തേക്കും ഈ ഉണ്ടാവുന്ന ഫോട്ടോൺസ്, സ്പോണ്ടേനിയസ് എമിഷൻ കാരണം ഉണ്ടാവുന്ന ഫോട്ടോൺസിൻ്റെ എണ്ണം ഒരു ത്രെഷോൾഡ് വാല്യൂ ആവുന്നത് വരെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ത്രെഷോൾഡ് വാല്യൂ ആയി കഴിയുമ്പോഴത്തേക്കും ദീസ് ട്രാപ്ഡ് ഫോട്ടോൺസ് സ്റ്റിമുലേറ്റ് ദി excited electrons to recombine with the holes even before their recombination time. അപ്പം എന്ത് ചെയ്യും, ഈ ഉണ്ടായ ഒരു ത്രെഷോൾഡ് വാല്യൂ നമുക്ക് കുറേ സെറ്റ് ഓഫ് ഫോട്ടോൺസ് ഉണ്ടായി അല്ലേ. ഈ ഫോട്ടോൺസ് എന്ത് ചെയ്യും, വീണ്ടും which stimulate the excited electrons. ഇപ്പം ഓൾറെഡി ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കുറച്ച് ഇലക്ട്രോൺസ് മുകളിലുണ്ടായിരിക്കും അല്ലേ, അതായത് അപ്പർ ലെവലിലുണ്ടായിരിക്കും. ആ ഇലക്ട്രോൺസിനെ ഈ ഫോട്ടോൺസ് എന്ത് ചെയ്യും, സ്റ്റിമുലേറ്റ് ചെയ്യിക്കും. സ്റ്റിമുലേറ്റ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, പെട്ടെന്ന് താഴോട്ട് വരാനായിട്ട് അതിനെ സഹായിക്കും. അതിൻ്റെ ലോവർ എനർജി ലെവലിലേക്ക് അതിനെ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ സഹായിക്കും. അതായത് റീകോമ്പിനേഷൻ ടൈമിന് മുമ്പേ എന്താണ് തന്നെത്താനെ വന്ന് റീകമ്പൈൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിനെ താഴെ എത്തിക്കാൻ ശ്രമിക്കും. അതായത് എന്താണ്, അത്രത്തോളം ഫോട്ടോൺസ് റിലീസാവും ഇല്ലേ. അതാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റിമുലേറ്റഡ് എമിഷൻ. അതായത് ആ ഫോട്ടോൺ നമ്മൾ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ട് ആ ഇലക്ട്രോൺസിനെ എക്സൈറ്റ് ചെയ്യിക്കും. എന്തിന്, എക്സൈറ്റഡ് ഇലക്ട്രോൺസിനെ തിരിച്ച് താഴേക്ക് വരാനായിട്ട് ഇത് സഹായിക്കും, സ്റ്റിമുലേറ്റ് ചെയ്യിക്കും. അപ്പോഴത്തേക്കും അതിനകത്ത് എന്തുണ്ടാവും, ഒരു ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തായാലും എന്ത് റിലീസാവും, ഫോട്ടോൺ റിലീസാവും. അപ്പോൾ അതിന് സഹായിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സ്റ്റിമുലേറ്റഡ് എമിഷൻ. അപ്പോൾ നമ്മളത് സെറ്റപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ റിഫ്ലക്റ്റിംഗ് മിറേഴ്സ് വെച്ചിട്ടാണ് ഈ ഫോട്ടോൺസ് തിരിച്ച് ഈ ഇലക്ട്രോൺസിനെ എക്സൈറ്റ് അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെക്കും. അതാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്നത്. സോ ദിസ് റിസൾട്ട്സ് ഇൻ ദ റിലീസ് ഓഫ് മോർ ഫോട്ടോൺസ് ദാറ്റ് ആർ ഇൻ എക്സാക്ട് ഫേസ് വിത്ത് ദി ഇനിഷ്യൽ ഫോട്ടോൺസ് ആൻഡ് സോ ദി ഔട്ട്പുട്ട് ഗെറ്റ്സ് ആംപ്ലിഫൈഡ്. അപ്പം നമുക്ക് സ്പോണ്ടേനിയസ് എമിഷന് ഉണ്ടാകുന്ന കുറച്ച് ഫോട്ടോൺസ് കൂടാതെ ഇപ്പം എന്താണ്, ഒരു ആംപ്ലിഫൈഡ് വേർഷൻ ഓഫ് ഫോട്ടോൺസ് ആയി അല്ലേ. ആ ഫോട്ടോൺസ് എന്തായിരിക്കും, സെയിം ഫേസും ആയിരിക്കും. ഇനിഷ്യൽ നമുക്ക് ഉണ്ടായ ഫോട്ടോൺസിൻ്റെ സെയിം ഫേസിലുള്ള ഫോട്ടോൺസ് തന്നെയായിരിക്കും ഇപ്പോഴും ഉണ്ടാകുന്നത്. എല്ലാം ഒരേ ഒരു ഫ്രീക്വൻസിയിലും ഫേസിലുമായിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ ആംപ്ലിഫൈഡ് ആയിട്ട് കിട്ടും. Once the photon concentration goes above a threshold, they escape from the partially reflecting mirrors, reflecting in a bright monochromatic coherent light. അപ്പോൾ നമുക്ക് ആ ത്രെഷോൾഡ്, നമ്മൾ ആ ഫോട്ടോൺസിൻ്റെ എണ്ണം ആ ത്രെഷോൾഡിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ആ പാർഷ്യലി റിഫ്ലക്റ്റിംഗ് മിററിൻ്റെ ഔട്ട്പുട്ടിലേക്ക് നല്ലൊരു സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു മോണോക്രോമാറ്റിക് കൊഹറൻറ്റ് ലൈറ്റ് നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിട്ടും. മനസ്സിലായല്ലോ? അതാണ് ലേസറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. 3 സ്റ്റേജസ് ആണ്, അല്ലെങ്കിൽ 3 സ്റ്റെപ്സ് ആണ്. എനർജി അബ്സോർപ്ഷൻ, ദെൻ സ്പോണ്ടേനിയസ് എമിഷൻ ആൻഡ് ഫൈനലി സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഈ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്താണ്, ആ സ്റ്റിമുലേറ്റഡ് എമിഷന് നമ്മൾ ലേസറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് എപ്പോഴും ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതായത് ഈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോൺസിനെ ഉപയോഗിച്ച് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് അപ്പർ ലെവലിലേക്ക് പോയ ഇലക്ട്രോൺസ്, അതായത് അപ്പർ ലെവലിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, തിരിച്ച് കൊണ്ടുവരാനായിട്ട് സഹായിക്കുകയാണ്. അപ്പോൾ ഈ ഫോട്ടോൺസിൻ്റെ ഈ എനർജി യൂട്ടിലൈസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രൗണ്ട് ലെവലിലാണ് സാധാരണ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുതൽ.
പക്ഷേ നമ്മൾ ഈ സ്റ്റിമുലേറ്റഡ് എമിഷൻ്റെ ഭാഗമായിട്ട് ഗ്രൗണ്ട് ലെവലിലെ ഇലക്ട്രോൺസിനേക്കാളും എണ്ണം എവിടെ കൂടും? എക്സൈറ്റഡ് ലെവലിൽ കൂടും. അതായത് എക്സൈറ്റഡ് ലെവലിൽ എന്താണ്, കുറേ ഇലക്ട്രോൺസ് റീകമ്പൈൻ ചെയ്യാൻ വേണ്ടി എളുപ്പം ഇങ്ങോട്ട് താഴേക്ക് വിടണം. അപ്പോൾ അത്രയും ഇലക്ട്രോൺസിനെ നമ്മൾ ഹയർ എനർജി ലെവലിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ സ്റ്റിമുലേറ്റഡ് എമിഷൻ വെച്ച് നോക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു ടേം ഓർത്തിരിക്കണം, പോപ്പുലേഷൻ ഇൻവേർഷൻ. അപ്പോൾ സാധാ രീതിയിൽ എന്താണ്, ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുതൽ നോർമൽ സ്റ്റേറ്റിൽ. പക്ഷേ സ്റ്റിമുലേറ്റഡ് എമിഷൻ കാരണം നമ്മൾ എന്ത് ചെയ്യും, ഒരു പമ്പിങ് മെക്കാനിസം ഒക്കെ ഉപയോഗിച്ച് എന്താണ്, ഈ ഇലക്ട്രോൺസിനെ പുഷ് ചെയ്തിട്ട് ഹയർ എനർജി ലെവലിലോട്ട് വെക്കും. ഹയർ എനർജി ലെവലിലോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ ഗുണം, അവിടുന്ന് താഴെ നമുക്ക് ഒത്തിരി ഫോട്ടോൺസിനെ എമിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ആ ഒരു പോപ്പുലേഷൻ ഇൻവേർഷൻ അവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺസിനേക്കാളും എണ്ണം എവിടെ ആക്കി വെക്കും, നമ്മൾ ഹയർ സ്റ്റേറ്റിൽ ആക്കി വെക്കും. അതിനെ വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ. അപ്പോൾ ആ ഒരു മെക്കാനിസം, പമ്പിങ് മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ലേസർ ഉപയോഗിക്കുന്ന ആംപ്ലിഫിക്കേഷനൊക്കെ വേണ്ടിയിട്ട് കൂടുതലായിട്ടും ഇലക്ട്രോൺസിനെ ഹയർ എനർജി ലെവലിലേക്ക് ആക്കുന്നത്. സ്വയമേ പോകുന്നത് കൂടാതെ കുറച്ച് ഒരു എനർജി കൊടുത്തു കഴിഞ്ഞാൽ കുറേ കൂടി എന്ത് ചെയ്യും, ഹയർ ലെവലിലേക്ക് പോകും. അതിനു വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ഉപയോഗിക്കുന്നതാണ് പമ്പിങ് മെക്കാനിസം. പമ്പിങ് മെക്കാനിസത്തിലൂടെ അച്ചീവ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, ഈ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ. ഈ പോപ്പുലേഷൻ ഇൻവേർഷൻ വഴിയാണ് നമുക്ക് ഈ സ്റ്റിമുലേറ്റഡ് എമിഷനായിട്ട് നന്നായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു കാര്യവും കൂടെ അവിടെ ഓർത്തിരിക്കുക. ഒരു ടേമാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ. ഗ്രൗണ്ട് സ്റ്റേറ്റിലെ ഇലക്ട്രോൺസ് ഹയർ ലെവലിലെ ഇലക്ട്രോൺസിനേക്കാളും കുറവായിരിക്കും. ആ ഒരു പ്രത്യേകതയാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ഇതാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഒരു എക്സിസ്റ്റിംഗ് ഫോട്ടോൺ വന്നിട്ട് എന്താണ്, ഈ എക്സിസ്റ്റിംഗ് ഫോട്ടോൺ വന്നിട്ട് ഈ ഹയർ എനർജി ഇരിക്കുന്ന ഇലക്ട്രോണിനെ എന്ത് ചെയ്യാണ്, കൊളൈഡ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഈ എനർജി സ്വീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ഈ എക്സിസ്റ്റിംഗ് ഫോട്ടോൺ ഇതിൻ്റെ എനർജി ഇവിടെ കൊടുക്കും. അപ്പോഴത്തേക്കും എന്താണ്, ഇത് വീണ്ടും ലോവർ ലെവലിലോട്ട് വരും. ലോവർ ലെവലിലോട്ട് വരുമ്പോഴത്തേക്കും അതും എന്ത് ചെയ്യും, ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്യും. അപ്പം എക്സിസ്റ്റിംഗ് ഫോട്ടോണുമായി പിന്നെന്താണ്, എമിറ്റിംഗ് ഫോട്ടോണുമായി രണ്ടിൻ്റെയും ഡയറക്ഷൻ എന്താണ്, സെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് കൊഹറൻ്റ് ആയിട്ട് ഔട്ട്പുട്ടിൽ വരുന്നത്. സോ ദിസ് ഈസ് കോൾഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. സോ ദിസ് ഈസ് ദി ബേസിക് സ്ട്രക്ചർ ഓഫ് എ ലേസർ ഡയോഡ്. അപ്പോൾ ലേസർ ഡയോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു PN ജംഗ്ഷനാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ആക്റ്റീവ് റീജിയൻ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒരു ഇൻട്രിൻസിക് ലെയർ ലേസറിൽ പ്ലേസ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു മെറ്റൽ കോണ്ടാക്ട്സ് ഇതുവഴിയാണ് നമ്മൾ Pയിലേക്കും Nയിലേക്കും വേണ്ട സപ്ലൈ ഒക്കെ കൊടുക്കുന്നത്. സോ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഈ ഇൻട്രിൻസിക് ലെയറിൻ്റെ ഈ ഒരു എലിപ്റ്റിക്കൽ റീജിയനിൽ നിന്ന് ഒരു കൊഹറൻ്റ് ആയിട്ടുള്ള ലേസർ വേവ് ഫോം ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് പാർഷ്യലി റിഫ്ലക്റ്റിംഗ് മിറേഴ്സും പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും ടു അച്ചീവ് പോപ്പുലേഷൻ ഇൻവേർഷൻ ഓർ സ്റ്റിമുലേറ്റഡ് എമിഷൻ. So the input terminals are connected to a metal plates which are sandwiched to the N-type and P-type layers. This type of laser diode is also called as a homojunction laser diode. The intrinsic region between the P-type and N-type is used to increase the volume of active region. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ആക്റ്റീവ് റീജിയൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻട്രിൻസിക് ലെയർ ഉപയോഗിക്കുന്നത്. അത് കുറച്ച് MCQസിൽ ചോദിച്ചിട്ടുണ്ട്. So that more number of holes and electrons can accumulate at the junction. നമുക്ക് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുറേ ഇലക്ട്രോൺസിനും ഹോൾസിനും നമുക്ക് ആ ജംഗ്ഷനിലേക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും. This allows more number of electrons to recombine with the holes at any instant of time, resulting in better output power. The laser light is emitted from the elliptical region. This beam from the laser diode can be further focused using an optical lens. This entire P-type intrinsic N-type arrangement is enclosed normally in a metal casing. അപ്പോൾ അതാണ് ഒരു ലേസറിൻ്റെ സ്ട്രക്ചർ. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഒപ്റ്റിക്കൽ ആംപ്ലിഫയേഴ്സ്. അപ്പോൾ ലേസറിനകത്ത് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് അത് മോണോക്രോമാറ്റിക് ആണ്, ഡയറക്ഷണലാണ്, കൊഹറൻ്റ് ആണ്.
ഓക്കെ, പിന്നെ നമുക്കത് ഒരുപാട് ആപ്ലിക്കേഷൻസിന് ഉപയോഗിക്കാം. അതും പിന്നെ അതിൻ്റെ 3 പ്രോസസ്സ്, അത് ലേസർ ഡയോഡ് വർക്ക് ചെയ്യുന്ന 3 പ്രോസസ്സ്. അതൊരു സിമ്പിൾ പി എൻ ജംഗ്ഷൻ വർക്കിംഗ് അണ്ടർ ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനാണ്. പിന്നെ അതിനകത്തുള്ള 3 സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ എനർജി അബ്സോർപ്ഷൻ, ദെൻ എന്താണ് സ്പോണ്ടേനിയസ് എമിഷൻ, ദെൻ സ്റ്റിമുലേറ്റഡ് എമിഷൻ. സ്റ്റിമുലേറ്റഡ് എമിഷനുമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു ടേമാണ് പമ്പിംഗ് മെക്കാനിസം ആൻഡ് പോപ്പുലേഷൻ ഇൻവേർഷൻ. ഇത്രയും കാര്യങ്ങൾ ലേസറിൽ നിന്ന് നോക്കിക്കൊണ്ട് പോവാം. നെക്സ്റ്റ് ഈസ് ഒപ്റ്റിക്കൽ ആംപ്ലിഫയേഴ്സ്. ഒപ്റ്റിക്കൽ ആംപ്ലിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് എനർജി ആസ് സച്ച് ആംപ്ലിഫൈ ചെയ്യുന്ന ഡിവൈസസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ആംപ്ലിഫയേഴ്സ് എന്ന് പറഞ്ഞു. അതായത് ലൈറ്റ് എനർജീനെ വേറൊരു ഫോമിലും കൺവേർട്ട് ചെയ്യാതെ ലൈറ്റ് എനർജി ആയിട്ട് തന്നെ ആംപ്ലിഫൈ ചെയ്യുന്നതാണ് എന്ത് ഒപ്റ്റിക്കൽ ആംപ്ലിഫയേഴ്സ്. So, optical amplifier is a device used in an optical communication system to directly amplify or boost optical data signal without changing it into its electrical form. ഇപ്പോൾ ഇലക്ട്രിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാതെ നമ്മൾ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത് ഒപ്റ്റിക്കൽ ആംപ്ലിഫയേഴ്സ്. അപ്പോൾ അതായത് നമ്മളിപ്പം OFC വഴി ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി നമ്മൾ കടത്തി വിടുന്നത് ലൈറ്റ് സിഗ്നൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഈ ലൈറ്റ് സിഗ്നൽ ഫെയ്ഡ് ആയിക്കഴിഞ്ഞാൽ അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ടായിരിക്കും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് ഒപ്റ്റിക്കൽ ആംപ്ലിഫയേഴ്സ്. അവിടെ ലൈറ്റ് ടു ഇലക്ട്രിക് കൺവേർഷനൊന്നുമില്ല, ജസ്റ്റ് ലൈറ്റിനെ തന്നെ എന്ത് ചെയ്യുകയാണ് ആംപ്ലിഫൈ ചെയ്ത് വിടുകയാണ്. സോ by making use of optical amplifiers in optical fiber communication, the optical integrity of the whole system is retained. So this is the basic block diagram of an optical amplifier. Optical amplifierനകത്ത് എന്താണ് ഒരു ഒപ്റ്റിക്കൽ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുകയാണ്. അത് ആ കപ്ലർ ഒപ്റ്റോ കപ്ലർ ആ ഒപ്റ്റിക്കൽ ഇൻപുട്ട് സിഗ്നലിനെ എന്ത് ചെയ്യും കപ്പിൾ ചെയ്തിട്ട് ആക്റ്റീവ് മീഡിയത്തിലേക്ക് കൊടുക്കും. ആക്റ്റീവ് മീഡിയം എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് മീഡിയത്തിലേക്ക് നമ്മളൊരു പമ്പിങ് മെക്കാനിസം അല്ലെങ്കിൽ പമ്പ് സോഴ്സ് വെച്ച് കഴിഞ്ഞാൽ ആ ലൈറ്റ് ആ ആക്റ്റീവ് മീഡിയത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ലേസറിനകത്ത് നടക്കുന്ന സ്റ്റിമുലേറ്റഡ് എമിഷനെ എൻഹാൻസ് ചെയ്യിക്കുന്ന ഒരു മീഡിയമാണ് എന്ത് ആക്റ്റീവ് മീഡിയം. അത് എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ പമ്പിംഗ് മെക്കാനിസം അല്ലെങ്കിൽ പമ്പ് സോഴ്സ് കൊടുക്കും അല്ലേ. അപ്പോൾ പമ്പ് സോഴ്സ് കൊടുക്കുമ്പോഴത്തേക്കും വരുന്ന ഫോട്ടോൺസിൻ്റെ എനർജി എന്ത് ചെയ്യും ഒന്നും കൂടെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു ആംപ്ലിഫൈഡ് വേർഷൻ ആക്കിയിട്ട് ഔട്ട്പുട്ടിലേക്ക് കപ്പിൾ ചെയ്യിക്കും. സോ ദിസ് ഈസ് ദി ഓപ്പറേഷൻ ഓഫ് ആൻ ഒപ്റ്റിക്കൽ ആംപ്ലിഫയർ. ഇൻപുട്ട് സിഗ്നലിനെ ഒരു കപ്ലർ വഴി നമ്മൾ ആക്റ്റീവ് മീഡിയത്തിലേക്ക് കൊടുക്കും. ആക്റ്റീവ് മീഡിയം ആ ഫോട്ടോണിക് എനർജീനെ ഒന്നും കൂടെ ഒരു ആംപ്ലിഫൈഡ് ഫോട്ടോണിക് എനർജി ആക്കും. ദെൻ ഇറ്റ് ഈസ് ഗിവൺ ടു ദി ഔട്ട്പുട്ട് ആസ് ആംപ്ലിഫൈഡ് ഒപ്റ്റിക് സിഗ്നൽ. ഓക്കെ ആണല്ലോ. ഫോർ ദിസ് ആക്റ്റീവ് മീഡിയം വി ആർ സപ്ലൈങ് എ pump source to achieve pumping mechanism. So this is the operation of optical amplifier. The electrons present in the active medium gets energy from the pump source and gets excited to higher energy level. These electrons then triggered by the optical signal can causes them to return to a lower energy level. അപ്പോൾ നോക്കിക്കേ ഓൾറെഡി നമ്മൾ എന്താണ് പമ്പിംഗ് മെക്കാനിസം വഴി കുറേ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് കുറേ ഇലക്ട്രോൺസിനെ ഹൈ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവച്ചിരിക്കുകയാണ് അല്ലേ. അവിടെ ഇരിക്കുന്ന ഇലക്ട്രോൺസ് താഴേക്ക് വീഴുന്ന വഴിക്ക് തന്നെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുക. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ലൈറ്റാണ്. ആ ലൈറ്റ് എനർജിയിൽ നിന്ന് വരുന്ന ആരാണ് അതും ഫോട്ടോൺസ് ആണ്. ഈ ഫോട്ടോൺസ് എന്ത് ചെയ്യും ആ ഹയർ സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിനെ വീണ്ടും തട്ടിയിടാൻ സഹായിക്കും ലോവറിലേക്ക്. അപ്പം വരുന്ന ഫോട്ടോൺസ് കൂടാതെ ഈ എക്സൈറ്റഡ് ഇലക്ട്രോൺസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഫോട്ടോൺസും എല്ലാം കൂടെ നമുക്കൊരു ആംപ്ലിഫൈഡ് സിഗ്നൽ ഔട്ട്പുട്ടിലേക്ക് കിട്ടും. ദ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഒക്കേഴ്സ് ആൻഡ് സെവറൽ ഫോട്ടോൺസ് ഹാവിംഗ് സെയിം എനർജി ഈസ് എമിറ്റഡ് ബൈ ദി എക്സൈറ്റഡ് ഇലക്ട്രോൺസ് while returning to the ground state. Hence an amplified optical signal is achieved. ഇനി ഈ ഒപ്റ്റിക്കൽ ആംപ്ലിഫയർ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് 3 കേസസിലാണ്. ആസ് എ പവർ ആംപ്ലിഫയർ, ആസ് എ ഇൻലൈൻ ആംപ്ലിഫയർ, ദെൻ പ്രീ ആംപ്ലിഫയർ. അപ്പോൾ നമുക്ക് ആ 3 ഫിഗറിൽ തന്നെ കിട്ടും. അപ്പം പവർ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ആംപ്ലിഫയേഴ്സ് ഉപയോഗിക്കുന്നത് ഒപ്റ്റിക്കൽ ആംപ്ലിഫയേഴ്സ് ഉപയോഗിക്കുന്നത് ഒരു ട്രാൻസ്മിറ്ററിനും റിസീവറിനും ഇടയ്ക്കായിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മൾ ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്ററും ഇവിടെ ഒപ്റ്റിക്കൽ റിസീവറിനും ഇടയ്ക്കായിരിക്കും ഒപ്റ്റിക്കൽ ആംപ്ലിഫയേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ പവർ ഒന്ന് കൂട്ടി കൊടുക്കാനായിട്ട് ട്രാൻസ്മിറ്റർ സൈഡിൽ തന്നെ ജസ്റ്റ് ഒപ്റ്റിക്കൽ സിഗ്നലിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഒപ്റ്റിക്കൽ ആംപ്ലിഫയർ വെക്കുന്നു. ദാറ്റ് ഈസ് അവിടെ നമുക്ക് എന്താണ് ഒരു ഹൈ ആംപ്ലിഫൈഡ്
സിഗ്നൽ കിട്ടുന്നു അല്ലേ, ഒപ്റ്റിക്കൽ സിഗ്നൽ കിട്ടും. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, റിസീവറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയാണ് അത് പവർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് ഇൻപുട്ട് പവർ ഒന്ന് നന്നായിട്ട് കൂട്ടിയിട്ട് വിടുന്നതാണ് എന്ത്, അവിടെ ഒപ്റ്റിക്കൽ ഒപ്റ്റിക്കൽ ആംപ്ലിഫയർ ചെയ്യുന്നത്. സോ ഇറ്റ് വർക്ക് ആസ് എ ഒപ്റ്റിക്കൽ പവർ ആംപ്ലിഫയർ ഇൻ ദിസ് സർക്യൂട്ട്. നെക്സ്റ്റ് അതിൻ്റെ ആപ്ലിക്കേഷനാണ് എന്ത്, ഇൻലൈൻ ആംപ്ലിഫയർ. ഇൻലൈൻ ആംപ്ലിഫയർ എന്ന് പറയുമ്പോഴത്തേക്കും അതെന്താണ്, നമ്മൾ പോകുന്ന ചാനലിലാണ് ആ ആംപ്ലിഫയർ പ്ലേസ് ചെയ്യുന്നത് അല്ലേ. അതായത് ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്ററിൽ നിന്ന് ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്തു, കുറേ ദൂരം സഞ്ചരിച്ചപ്പോഴത്തേക്കും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡൊക്കെ കുറഞ്ഞു അല്ലേ, അത് ഫെയ്ഡായി. പിന്നെ നമ്മൾ എന്താണ്, ഇൻലൈനായിട്ട് ഒരു ഒപ്റ്റിക്കൽ ആംപ്ലിഫയർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് വീണ്ടും ഹൈ ആയി. അതിനുശേഷം വീണ്ടും നമ്മുടെ റിസീവർ സൈഡിലേക്ക് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴിയാണ് അത് എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻ ബിറ്റ്വീൻ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ ആ സെൻട്രൽ പോർഷനിലായിട്ട് നമ്മൾ ആ ഒരു സിഗ്നൽ ഫെയ്ഡ് ഔട്ട് ആവാതിരിക്കാൻ വെക്കുന്നതാണെന്ത്, ഇൻലൈൻ ആംപ്ലിഫയർ. സോ ദിസ് ഈസ് അനദർ ആപ്ലിക്കേഷൻ ഓഫ് ഒപ്റ്റിക്കൽ ആംപ്ലിഫയർ. നെക്സ്റ്റ് ഇസ് പ്രീ ആംപ്ലിഫയർ. അപ്പോൾ പ്രീ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്, പവർ ആംപ്ലിഫയറിൻ്റെ ഓപ്പോസിറ്റ്. നമ്മൾ നേരത്തെ ട്രാൻസ്മിറ്റർ സൈഡിലായിരുന്നു വെച്ചത്, ഇവിടെ ആണെങ്കിൽ റിസപ്ഷന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും, വരുന്ന സിഗ്നലിനെ ഒന്നും കൂടെ ഒന്ന് ആംപ്ലിഫൈ ചെയ്യും. സോ ആസ് എ പ്രീ ആംപ്ലിഫയർ വി ക്യാൻ യൂസ് ഒപ്റ്റിക്കൽ ആംപ്ലിഫയർ. സോ ആഫ്റ്റർ ആംപ്ലിഫൈയിങ് ബിഫോർ ദി റിസീവർ അല്ലേ, റിസീവറിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, ഒന്ന് ആംപ്ലിഫൈ ചെയ്തിട്ട് റിസീവറിലേക്ക് കൊടുക്കുന്നതാണ് എന്ത്, പ്രീ ആംപ്ലിഫയർ. ക്ലിയർ ആണല്ലോ. അപ്പം 3 ആപ്ലിക്കേഷൻസ് ആണ് ഒപ്റ്റിക്കൽ ആംപ്ലിഫയർ. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ പവർ ആംപ്ലിഫയർ, ഇൻലൈൻ ആംപ്ലിഫയർ ആൻഡ് ആസ് എ പ്രീ ആംപ്ലിഫയർ. ദെൻ ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ഒപ്റ്റിക്കൽ ആംപ്ലിഫയേഴ്സ്, ഇതൊരു വൈറ്റ് പോർഷനാണ്. നമുക്ക് ഓരോന്നും ഡോപ്ഡ് ഫൈബർ ആംപ്ലിഫയർ, ആമൽ ആംപ്ലിഫയർ, സെമി കണ്ടക്ടർ ഒപ്റ്റിക്കൽ ആംപ്ലിഫയേഴ്സ് ഒക്കെ ഒരുപാട് ടൈപ്സ് ഉണ്ട്. പക്ഷെ നമുക്കത് എത്ര എണ്ണം ഉണ്ട് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഒപ്റ്റിക്കൽ ആംപ്ലിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും 3 കാറ്റഗറിയാണ്. സെമി കണ്ടക്ടർ ഒപ്റ്റിക്കൽ ആംപ്ലിഫയർ ഉണ്ട്, ഡോപ്ഡ് ഫൈബർ ആംപ്ലിഫയർ ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ കേട്ടിട്ടുണ്ട് EDFA എന്നൊക്കെ, എർബിയം ഡോപ്ഡ് ഫൈബർ ആംപ്ലിഫയർ, ദെൻ രാമൻ ആംപ്ലിഫയർ. ഈ 3 ആംപ്ലിഫയേഴ്സ് ആണ് ബേസിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഒപ്റ്റിക്കൽ ആംപ്ലിഫയർ. സോ ഫസ്റ്റ് വൺ ഇസ് സെമി കണ്ടക്ടർ ഒപ്റ്റിക്കൽ ആംപ്ലിഫയർ. നമ്മൾ നോർമലി അബ്രിവേറ്റ് ചെയ്യുന്നത് SOA ആണ്. അപ്പോൾ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് SOA എന്ന് കണ്ടാൽ എന്താണ്, സെമി കണ്ടക്ടർ ഒപ്റ്റിക്കൽ ആംപ്ലിഫയർ എന്നാണ്. ആൻഡ് ആക്റ്റീവ് മീഡിയം ഈസ് കമ്പോസ്ഡ് ഓഫ് അലോയ്സ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ഫ്രം ഗ്രൂപ്പ് 3 ആൻഡ് ഗ്രൂപ്പ് 4. അപ്പോൾ അതിനകത്തുള്ള ആക്റ്റീവ് മീഡിയം, അപ്പോൾ ഏതൊരു ഒപ്റ്റിക്കൽ ആംപ്ലിഫയർ എടുത്താലും ഒരു പമ്പിംഗ് സോഴ്സും ആക്റ്റീവ് മീഡിയവും കാണും. ആക്റ്റീവ് മീഡിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് കമ്പോസ്ഡ് ഓഫ് അലോയ്സ് ഓഫ് സെമി കണ്ടക്ടർ ഫ്രം ഗ്രൂപ്പ് 3ലെയും 5ലെയും സെമി കണ്ടക്ടേഴ്സ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ആക്റ്റീവ് മീഡിയം ആയിരിക്കും ഈ സെമി കണ്ടക്ടർ ഒപ്റ്റിക്കൽ ആംപ്ലിഫയറിന് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. ഇറ്റ്സ് ഗെയിൻ വേരീസ് വിത്ത് ദ വേരിയേഷൻ ഇൻ സിഗ്നൽ ബിറ്റ് റേറ്റ്. അപ്പോൾ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിൻ്റെ ബിറ്റ് റേറ്റ് അനുസരിച്ച് ഇതിൻ്റെ ഗെയിൻ എന്ത് ചെയ്യും, വേരി ചെയ്യും. പിന്നെ ഇതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്, ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ O and C ബാൻഡ്. ഈ O and C ബാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ, ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷന് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസിനെ 5 ബാൻഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വരുന്ന 2 ബാൻഡ്സ് ആണ് ഈ O ബാൻഡും C ബാൻഡും. അപ്പോൾ അതിനകത്തുള്ള വേവ് ലെങ്തൊക്കെ അല്ലെങ്കിൽ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഈ സെമി കണ്ടക്ടർ ഒപ്റ്റിക്കൽ ആംപ്ലിഫയർ മെയിൻലി ഓപ്പറേറ്റഡ് ഇൻ O and C ബാൻഡ്. അതൊന്ന് നോക്കി വെക്കുക, അതൊരു MCQ ആയിട്ട് നമ്മൾ കണ്ടുവന്നിട്ടുണ്ട്. Semiconductor optical amplifiers are used in which region? Either in O band or C band. Related ചെയ്തിട്ടുള്ള കുറച്ച് MCQs നോക്കാം. ഫസ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദി വൈബ്രേഷണൽ അനാലിസിസ് ഓഫ് സ്ട്രക്ചർ. അപ്പോൾ ഒരു വൈബ്രേഷണൽ അനാലിസിസ് ഓഫ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ലേസറിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. So the answer is option D, laser. So laser can be used in the vibration analysis of structure. This is because when a structure under test begins to vibrate, a distinct pattern begins to emerge. അപ്പോൾ വൈബ്രേഷൻ അനാലിസിസിന് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് എന്ത്, ലേസർ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ നീഡ് ടു അച്ചീവ് പോപ്പുലേഷൻ ഇൻവേർഷൻ. അപ്പോൾ പോപ്പുലേഷൻ ഇൻവേർഷൻ
എന്താണ് നമ്മൾ പോപ്പുലേഷൻ ഇൻവേർഷൻ ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലേ, ടു എക്സൈറ്റ് മോസ്റ്റ് ഓഫ് ദി ആറ്റംസ്. അതായത് കുറേ ആറ്റംസിനെ എക്സൈറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോപ്പുലേഷൻ ഇൻവേർഷൻ ചെയ്യുന്നത്. സോ ദ ഓപ്ഷൻ ഈസ് എ. വെൻ പോപ്പുലേഷൻ ഇൻവേർഷൻ ഈസ് അച്ചീവ്ഡ്, മെജോറിറ്റി ഓഫ് ആറ്റംസ് ആർ ഇൻ എ സ്റ്റേറ്റ് excited state. This causes amplification of the incident beam by stimulated emission. Thus laser beam is produced. Next question is, അതും ലേസറിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ലേസർ ഈസ് കോൾഡ് ആസ് എ നോൺ മെറ്റീരിയൽ നൈഫ്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കോൾഡ് എ നോൺ മെറ്റീരിയൽ നൈഫ് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ലേസറാണ്. സോ ദ ആൻസർ ഇസ് ട്രൂ ഇല്ലേ. അതായത് നമ്മൾ സർജിക്കൽ ഓപ്പറേഷനൊക്കെ ബ്ലഡ് ഒന്നും പോകാതെ തന്നെ നമുക്ക് ഒരു നോൺ മെറ്റീരിയൽ നൈഫായിട്ട് നമുക്ക് ഈ ലേസറിനെ ഉപയോഗിക്കാം. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ യുണീക്ക് പ്രോപ്പർട്ടി ഓഫ് ലേസർ. അപ്പോൾ ലേസറിൻ്റെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി എന്താണ്? ഇറ്റ് ഈസ് കൊഹറൻറ്റ് അല്ലേ. സോ കൊഹറൻസ് ഈസ് ദി most important property of laser, that is it contains waveform having the same frequency and they are in phase. Next question is, the lower energy level contains more atoms than upper level under the conditions of ഏതാണ്? തെർമൽ ഇക്വിലിബ്രിയം അല്ലേ. തെർമൽ ഇക്വിലിബ്രിയം ലോവർ എനർജിയിലാണ് മോർ എന്നുണ്ടെങ്കിൽ അതെന്താണ്? തെർമൽ ഇക്വിലിബ്രിയം. അപ്പോൾ ചാടി കയറി പോപ്പുലേഷൻ ഇൻവേർഷൻ എഴുതരുത്, അത് തിരിച്ചാണ് അല്ലേ. ഹയർ എനർജിയിൽ ഒരുപാട് ആറ്റംസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറയും. ലോവർ എനർജിയിലാണ് നോർമൽ കേസിൽ എപ്പോഴും എന്താണ്? അതാണ് തെർമൽ ഇക്വിലിബ്രിയത്തിൽ എപ്പോഴും ഗ്രൗണ്ട് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ലോവർ എനർജി ലെവലിലായിരിക്കും മോർ ആറ്റംസ് ദാൻ അപ്പർ ലെവൽ. സോ ദ ആൻസർ ഈസ് തെർമൽ ഇക്വിലിബ്രിയം. Next is, dash in the laser occurs when photon colliding with an excited atom causes the stimulated emission of a second photon. അപ്പോൾ അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ തന്നെയാണ് എന്ത്? ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ നടക്കും അല്ലേ. ഫോട്ടോൺ ചെന്നിട്ട് എക്സൈറ്റഡ് ആറ്റത്തിനെ കൊളൈഡ് ചെയ്ത് വീണ്ടും ഒരു ഫോട്ടോൺ ഉണ്ടാക്കുമ്പോൾ എന്താണ്? അവിടെ ആംപ്ലിഫിക്കേഷനാണ് നടക്കുന്നത്. സോ ഫോർ യൂസ് ഇൻ സിംഗിൾ മോഡ് ഫൈബർ ഡാഷ് ആർ യൂസ്ഡ് പ്രിഫർ. നമ്മൾ സിംഗിൾ മോഡ് ഫൈബറിൽ സെമി കണ്ടക്ടർ ഒപ്റ്റിക്കൽ ആംപ്ലിഫയർ ആണ് ഉപയോഗിക്കുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. സിംഗിൾ മോഡ് ഫൈബറിൽ നമ്മൾ സെമി കണ്ടക്ടർ ഒപ്റ്റിക്കൽ ഫൈബർ ആണ് ഉപയോഗിക്കുന്നത്. കാരണം അതിൻ്റെ പവർ കൺസപ്ഷൻ കുറവാണ്. ദെൻ they are suitable for single mode fiber. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്, ഒപ്റ്റിക്കൽ ആംപ്ലിഫയേഴ്സ് ആൻഡ് ലേസർ ഡയോഡ്. താങ്ക് യു.